Keep up with disaster, disaster. I'm thinking that they're after me. We're running like faster and faster. ഹലോ ഗായ്സ്, ഏവർക്കും എൻ്റെ മറ്റൊരു വീഡിയോയിലോട്ട് സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് മംഗളൂരു ജംഗ്ഷനിലാണ്. മംഗളൂരു ജംഗ്ഷൻ മുതൽ യശ്വന്ത്പൂർ ജംഗ്ഷൻ വരെ പോകുന്ന ട്രെയിൻ നമ്പർ 16576 ഗോംതേര എക്സ്പ്രസിൻ്റെ വിശ്രം കോച്ചിലാണ് നമ്മളിന്ന് യാത്ര ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ് ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിക്കുന്നത്. വിസ്റ്റം കോച്ച് എന്ന് വെച്ചാൽ പലർക്കും അറിയായിരിക്കും, അറിയാത്തവർക്ക് ഞാൻ പറഞ്ഞുതരാം. അതായത് ഇന്ത്യൻ റെയിൽവേ ടൂറിസത്തിൻ്റെ പ്രാധാന്യം നിലകൊണ്ട് എല്ലാ റൂട്ടിലും കാണില്ല, മെയിനായിട്ടും ഗഡ് സെക്ഷൻ അതുപോലെ നല്ല സീനിക്കായിട്ടുള്ള റൂട്ടുകൾക്ക് വേണ്ടി മാത്രം നിർമ്മിച്ച ഒരു കോച്ചാണ് വിസ്റ്റം കോച്ച്. നമുക്കേതെങ്കിലും ട്രെയിനിൻ്റെ അകത്തോട്ട് കയറി നോക്കാം. ഓട്ടോമാറ്റിക് ഡോറാട്ടോ ഈ ഒരു കോച്ചിന് വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് കയറിയാൽ തന്നെ കാണാൻ പറ്റുന്നത് രണ്ട് സൈഡും നമ്മുടെ ഒരു ലഗേജ് സ്പേസാണ്. അത്യാവശ്യം നല്ല വലുപ്പമുള്ള ലഗേജ് സ്പേസ് തന്നെയാണ്. ഈ കാണുന്ന ട്രെയിനിൻ്റെ ഒരു ഇൻറ്റീരിയർ പെട്ടെന്ന് കണ്ടാൽ ഇന്ത്യൻ റെയിൽവേയുടെ തന്നെയാണെന്ന് നമുക്ക് ഒന്ന് ഡൗട്ട് അടിച്ച് പോകും. ആ ഒരു രീതിക്കാണ് ഇതിൻ്റെ ഒരു ഇൻറ്റീരിയർ കാണുന്നത്. ഇതിൻ്റെ വിൻഡോസ് ആണെങ്കിലും അത്യാവശ്യം നല്ല വലുപ്പമുള്ള വിൻഡോസ് തന്നെയാണ്. ദെൻ അതിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് നമുക്ക് കാഴ്ചകൾ കാണാനായിട്ട് ഒരു ഡെക്ക് ഇരിപ്പുണ്ട്. നിലവിലിപ്പോൾ ഈ ഒരു ട്രെയിനിൻ്റെ എഞ്ചിന് തൊട്ടടുത്താണ് ഈ കോച്ച് വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് എഞ്ചിനെ കാണാൻ പറ്റുന്നത്. അല്ലാതെ നമുക്ക് ഇതിൻ്റെ പിന്നിലാണെന്ന് വെച്ചാൽ ഏറ്റവും അവസാനമായിട്ടുള്ളതുകൊണ്ട് നമുക്ക് അവിടെ ഇരുന്ന് കുറേ കാഴ്ചകൾ കാണാൻ പറ്റും. ഒരു 360 ഡിഗ്രി റൊട്ടേറ്റബിൾ സീറ്റാട്ടോ അവിടെ ഇതിനകത്ത് വരുന്നത്. അതുപോലെ തന്നെ പുഷ് ബാക്ക് സീറ്റുമാണ്. അത്യാവശ്യം നല്ല കംഫർട്ട് തന്നെ നമുക്ക് ഇതിനകത്ത് കിട്ടുന്നുണ്ട്. പോലെ തന്നെ നമുക്ക് ഫുഡും കാര്യങ്ങളെല്ലാം വെച്ച് കഴിക്കാനായിട്ട് അതിനും ഒരു സ്പേസും കാര്യങ്ങളുണ്ട്. ഈ ഒരു ട്രെയിനിന് 2 വിസ്റ്റം കോച്ച് വരുന്നുണ്ട് കേട്ടോ. ഇതൊരെണ്ണം ദെൻ തൊട്ടപ്പുറത്ത് ഒരെണ്ണമുണ്ട്. നമുക്ക് ഏതായാലും അതൊന്ന് പോയി നോക്കാം. അതിനിടയ്ക്ക് പിന്നെ എനിക്ക് പറയാനുള്ളത്, കുറച്ച് ദിവസം പനിയും കാര്യങ്ങളൊക്കെ ആയിട്ട് കിടപ്പിലായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് റെഡി ആവുന്നേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ വോയിസ് അത്ര റെഡി ആയിട്ടില്ല. അതെല്ലാവരും ഒന്ന് ക്ഷമിക്കണേ. ഈ കാണുന്നതാണ് തൊട്ടടുത്തുള്ള വിസ്റ്റം കോച്ച്. ഏകദേശം അലൈൻമെൻ്റ് എല്ലാം സെയിം ആണ്. ലീറ്റ് അതിൽ നിന്ന് കുറച്ച് മറിച്ചാണ്. എനിക്കതിലും പേഴ്സണലി ഇഷ്ടമായത് ഈ ഒരു റെഡ് കളർ സീറ്റാണ്. ദെൻ ഇവിടെയും ഈ ഒരു കോച്ചിനും അങ്ങനെ ഒരു ഡെക്ക് ഉണ്ട്. തൊട്ടപ്പുറത്തായിട്ട് നിർത്തിയിരിക്കുന്നത് നമ്മുടെ കേരളത്തിൻ്റെ സ്വന്തം അന്ത്യോദയ എക്സ്പ്രസ് ആട്ടോ. കൊച്ചിയുടെ മുതൽ മംഗളൂരു ജംഗ്ഷൻ വരെ പോകുന്ന ഫുള്ളി അൺറിസർവ്ഡ് ആയിട്ടുള്ള അന്ത്യോദയ എക്സ്പ്രസ്. നമ്മുടെ ട്രെയിൻ ഇപ്പോൾ മംഗളൂരു ജംഗ്ഷൻ വിട്ടിട്ടുണ്ട്. മംഗളൂരു മുതൽ യശ്വന്ത്പൂർ വരെ ഏകദേശം 1525 രൂപ കേട്ടോ ഈ ഒരു വിസ്റ്റം കോച്ചിന് വരുന്നത്. ഇതിന് തൊട്ട് താഴെ CC കോച്ചുകൾക്ക് 560 രൂപയും പിന്നെ അതുപോലെ ജനറൽ ക്ലാസ്സിന് 155 രൂപയും വരുന്നത്. സാധാരണ ഈ ഒരു ട്രെയിനിൻ്റെ കോച്ചിന് അത്യാവശ്യം നല്ല ഡിമാൻഡ് ഉള്ളതാണ്. പക്ഷേ ഇപ്പോൾ ഇതിനകത്ത് വളരെ കുറച്ച് പേരാണ് യാത്ര ചെയ്യുന്നത്. അതിന് കാരണം മറ്റൊന്നുമല്ല, നമ്മൾ ഈ യാത്ര ചെയ്യുന്നതിൻ്റെ ഒരു 1 വീക്ക് മുമ്പ് ഇവിടെ ഒരു ലാൻഡ് സ്ലൈഡ് ഉണ്ടായിരുന്നു. അപ്പോൾ അവർ ഈ ഒരു റൂട്ട് ലാൻഡ് സ്ലൈഡ് കാരണം ട്രെയിനെല്ലാം ക്യാൻസൽ ചെയ്യായിരുന്നു. ഓൾമോസ്റ്റ് 1 വീക്കിൻ്റെ മേലെ ട്രെയിനുകളതും ഓടിലായിരുന്നു. അതിനുശേഷം ഇന്നാണ് നമ്മൾ സർവീസ് എല്ലാം റീസ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ട്രെയിനിൻ്റെ റൂട്ടുകൾ ഇപ്പം തന്നെ നല്ല അടിപൊളിയാണ് കേട്ടോ. കാലത്ത് 11:30 ഈ ഒരു ട്രെയിൻ മംഗളൂരു ജംഗ്ഷനിൽ എടുക്കുന്നത്. ദെൻ ഇതിൻ്റെ അടുത്ത സ്റ്റോപ്പ് വരുന്നത് 12 മണിക്ക് ബന്ദാവല, ദെൻ കബാക്ക, പുത്തൂർ ആൻഡ് സുബ്രഹ്മണ്യ റോഡ്. ഇതിൻ്റെ പ്രൊണൗൺസിയേഷൻ കറക്റ്റാണെന്ന് എനിക്കറിയില്ല. സുബ്രഹ്മണ്യ റോഡ് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് 1:05 ഇവിടം തൊട്ടാണ് നമ്മുടെ മെയിൻ കാഴ്ചകൾ വരുന്നത്. കാരണം അതിനുശേഷം അതിൻ്റെ തൊട്ടടുത്ത സ്റ്റോപ്പായ സക്ലേഷ്പൂർ വരയ്ക്കും ഫുൾ ഗഡ് സെക്ഷനാണ്. ട്രെയിനിൻ്റെ സ്പീഡ് വളരെ കുറവായിരിക്കും. എന്ന് വെച്ചാൽ ഓൾമോസ്റ്റ് 20 km/h നമ്മൾ ട്രെയിൻ യാത്ര ചെയ്യുന്നത് മൂവ് ചെയ്യുന്നുണ്ടാവുക. പക്ഷെ അവിടെയുള്ള വ്യൂസ് അതിനുവേണ്ടി മാത്രമാണ് ഇന്ത്യൻ റെയിൽവേ ഈ ഒരു വിസ്റ്റം കോച്ച് ഈ റൂട്ടിൽ വിട്ടിക്കുന്നത് തന്നെ. ഏകദേശം 66 കിലോമീറ്റർ 2.5 മണിക്കൂറിലും കൂടുതൽ എടുത്തിട്ട് കേട്ടോ ഈ ഒരു ട്രെയിൻ കവർ ചെയ്യുന്നത്. അങ്ങനെ കുറച്ച് പേര് ഓടി ട്രെയിൻ ഇപ്പോൾ കബാക്ക പുത്തൂർ എത്തിയിട്ടുണ്ട്. അതിന് തൊട്ട് മുമ്പുള്ള ബന്ദാവല സ്റ്റേഷൻ വളരെ കുഞ്ഞ് സ്റ്റേഷനാണ്. പിന്നെ അതുകൊണ്ട് ഞാൻ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നത്. അധികം ആൾക്കാരൊന്നും അവിടെ നിന്ന് കയറുന്നില്ലായിരുന്നു. പക്ഷേ ഇവിടെ കുറച്ചുകൂടെ ആൾക്കാരുണ്ടെന്ന് എനിക്ക് തോന്നുന്നു.
സ്റ്റേഷൻ വിട്ടിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതിൻ്റെ അടുത്ത സ്റ്റേഷൻ സുബ്രഹ്മണ്യ റോഡിനകത്താവും. അവിടെ നിന്ന് കുറച്ചുകൂടെ അധികം പേര് ഒന്ന് കയറിയേക്കും. നമ്മളങ്ങനെ ഏതായാലും സുബ്രഹ്മണ്യ റോഡ് എടുത്തിട്ടുണ്ട്. പ്രതീക്ഷിച്ച പോലെ തന്നെ ഇവിടെ നിന്നാണ് അധികം പേരും നമ്മുടെ വിസ്റ്റം കോച്ചിലോട്ട് കയറുന്നത്. നമ്മുടെ ട്രെയിൻ ഏതായാലും സ്റ്റേഷൻ വിട്ടിട്ടുണ്ട് കേട്ടോ. നിങ്ങളിപ്പോൾ ഇതിനകത്ത് കാണാൻ പറ്റുന്ന പോലെ നമുക്ക് മുമ്പിൽ ദൂരെ കാണുന്ന ആ ഒരു മലനിരകളെല്ലാം പാസ് ചെയ്താണ് നമ്മുടെ ഈ റൂട്ട് പോകുന്നത്. അതുകൊണ്ട് അവിടുത്തെ കാഴ്ചകളെല്ലാം അടിപൊളി കേട്ടോ. ഇപ്പം നമ്മൾ നിൽക്കുന്നത് എക്സാക്ട്ലി ഒരു ഫോറസ്റ്റിൻ്റെ അകത്താണ്. കാരണം ടവറും കാര്യങ്ങളെല്ലാം പോയിട്ടുണ്ട് ഓൾറെഡി. ദേ നോക്കിയാൽ നിങ്ങൾ ഈ ഒരു ഭംഗി. നമ്മുടെ കൊങ്കൺ റൂട്ട് പോലെ തന്നെ അത്യാവശ്യം നിറയെ ടണലുകളും അതുപോലെ തന്നെ ബ്രിഡ്ജുകളും ഉൾപ്പെടുന്നതാണ് ഈ റൂട്ട്. ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ ആദ്യത്തെ ടണലിലോട്ട് നമ്മളിപ്പോൾ കയറി കേട്ടോ. ഇതുപോലെ ഏകദേശം 60ഓളം ടണലുണ്ടെന്നാണ് പറയുന്നത്. പക്ഷെ എനിക്ക് കൃത്യം കണക്കറിയില്ല. ഏകദേശം 60ഓളം ഉണ്ടെന്നാണ് ഇതിനകത്ത് അറിയാൻ കഴിഞ്ഞത്. ബാക്കി കാഴ്ചകൾ നമുക്ക് ഇതിൻ്റെ അടുത്ത വീഡിയോയിൽ കാണാം. അതിനുവേണ്ടിയിട്ട് തന്നെ എൻ്റെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. അതുപോലെ ആ ബെല്ലൈക്കണം ഒന്ന് ഇനേബിൾ ചെയ്ത് വെക്കണേ. ഈ ഒരു ടോട്ടൽ ജേണി ഇതിനകത്ത് ഉൾപ്പെടുത്തിയ ഈ വീഡിയോൻ്റെ ലെങ്ത് വളരെ കൂടുതലായി പോകും. അതുകൊണ്ട് നമുക്ക് ബാക്കി മെയിനായിട്ടുള്ള ഭാഗം, അതായത് സുബ്രഹ്മണ്യ റോഡ് തൊട്ട് ഞാൻ പറഞ്ഞ സക്ലേശ്പുരി വരെയുള്ള ആ മെയിൻ കട്ട് സെക്ഷൻ വരുന്നുള്ളൂ. അപ്പോൾ ആ ഒരു ഭാഗം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ടാറ്റാ.